എല്ലാവരും കാത്തിരുന്നതുപോലെ ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് മത്സരാർത്ഥികളെന്നായിരുന്നു എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത്. അപ്പം ആദ്യത്തെ മത്സരാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് അനീഷാണ്. ഈ അനീഷ് ഒരു എഴുത്തുകാരനാണ്, അതേപോലെ സ്ത്രീ വിരുദ്ധതയുള്ള ആളാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇദ്ദേഹത്തെക്കുറിച്ച് തോന്നിയത് ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ്. പിന്നെ നമുക്കറിയില്ലല്ലോ, ഷോ തുടങ്ങിയതല്ലേ ഉള്ളൂ. മുന്നോട്ട് ഇനി ഓരോ എപ്പിസോഡും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം എങ്ങനെയുള്ള ക്യാരക്ടറാണ് എന്ന്. പിന്നീട് വന്നിരിക്കുന്നത് എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള അനുമോളാണ്. സ്റ്റാർ മാജിക്കിലൂടെയാണ് എല്ലാവർക്കും അനുമോളെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. അതുപോലെ തന്നെ അനുമോളുടെ ഡാൻസും അതേപോലെ കോസ്റ്റ്യൂമൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അടുത്ത കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആര്യനാണ്. മോഡലും ആക്ടറും ഒക്കെയാണ് ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അതുപോലെ തന്നെ കാണാൻ സുന്ദരനാണ്. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് രൺബീർ കപൂറിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു രൺബീർ കപൂർ എങ്ങനെയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്ത കണ്ടസ്റ്റന്റ് കലാഭവൻ സരികയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് കോമഡി ഷോകളിലൂടെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അപ്പം നമുക്ക് എന്താണെങ്കിലും ബിഗ് ബോസിൽ എങ്ങനെയായിരിക്കും സരിക നിൽക്കുന്നത് എന്ന് മുന്നോട്ടുള്ള എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കാം. അടുത്ത കണ്ടസ്റ്റന്റ് അക്ബർ ഖാനാണ്. ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ്, നല്ലൊരു കലാകാരനാണ്. അപ്പം എന്താണെങ്കിലും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ അല്ലേ ബിഗ് ബോസിൽ. അടുത്ത കണ്ടസ്റ്റന്റ് RJ ബിൻസിയാണ്. അപ്പം ഈ കുട്ടിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം RJ ബിൻസിയും ബിഗ് ബോസിലൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒനിൽ സാബുവാണ്. ഇദ്ദേഹം ഒരു അഡ്വക്കറ്റ് ആണ്, അതേപോലെ തന്നെ ഒരു ക്യാറ്റ് ലവർ ആണെന്നൊക്കെയാണ് പറയുന്നത്. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല വാക്ചാതുര്യമൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നെ ആരെങ്കിലും ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും മാന്താനുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടെ തന്നെയാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. മുന്നോട്ട് എന്താണെങ്കിലും നമുക്ക് കാണാം ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അടുത്ത കണ്ടസ്റ്റന്റ് കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് സുപരിചിതമായിട്ടുള്ള ബിന്നിയാണ്. ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലൂടെ ഗീതു എന്ന കഥാപാത്രമായിട്ട് എല്ലാവരും നെഞ്ചിലേറ്റിയിട്ടുള്ള ബിന്നിയാണ് അടുത്തൊരു കണ്ടസ്റ്റന്റ്. അപ്പോൾ ബിന്നിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെയാണ് ബിന്നിയും വന്നിരിക്കുന്നത്. അടുത്ത കണ്ടസ്റ്റന്റ് അഭിശ്രീയാണ്. അഭിശ്രീയെ എല്ലാവർക്കും പരിചയം ഉണ്ടാകും, കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതേപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് തന്നെയാണ് അഭിശ്രീയും വന്നിരിക്കുന്നത്. നല്ല പെർഫോമൻസ് തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കോൺഫിഡൻ്റ് ഉണ്ട് അഭിശ്രീക്ക്. അപ്പം നമുക്ക് മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് ബിഗ് ബോസ് സീസൺ 7 കണ്ട് തന്നെ മനസ്സിലാക്കണം. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് റെന ഫാത്തിമയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അടുത്തതായിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് രഞ്ജിത്ത് മുൻഷിയാണ്. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ഇദ്ദേഹത്തെ. അപ്പം ഈ പ്രായത്തിൻ്റെ എന്ന് പറയുന്ന പോലെ തന്നെ ഇദ്ദേഹം വന്നു കഴിഞ്ഞ് ലാലേട്ടനോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു പക്വത മനസ്സിലാക്കാം. അപ്പം ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത കണ്ടസ്റ്റന്റ് ജിസേൽ തക്രാളാണ്. അപ്പോൾ ഈ സ്റ്റേജിനെ ഇളക്കി മറിച്ചൊരു ഡാൻസൊക്കെ ആയിട്ടാണ് ജിസേൽ തക്രാൾ അരങ്ങേറിയത്. നല്ല ഹൈറ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ജിസേൽ തക്രാൾ ആദ്യം ഹിന്ദി ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 വന്നിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും ജിസേൽ തക്രാളിൻ്റെ മുന്നോട്ടുള്ള പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത കണ്ടസ്റ്റന്റ് ശാരികയാണ്. ശാരികേനെ അറിയാത്തവരായിട്ട് ആരും കാണില്ല, കാരണം ഇൻ്റർവ്യൂവിനൊക്കെ ഹോട്ട് സീറ്റിലൊക്കെ പിടിച്ചിരുത്തി രക്തം തിളപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളാണ്. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ശാരിക എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ബിഗ് ബോസിന് തീയിടാൻ വന്നേക്കുകയാണെന്നാണ്. അപ്പോൾ മുന്നോട്ടുള്ള എപ്പിസോഡ് കാണുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയാണ്, തീയാണോ അതോ വെള്ളം ഒഴിച്ച് കെടുത്തുമോ എന്നുള്ളത്. അടുത്തത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ, നമ്മുടെ ഷാനൂക്ക. അപ്പോൾ ഷാനൂക്ക വന്നിട്ടുണ്ട്. കുങ്കുമപ്പൂവ് ഓർക്കുമ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ രുദ്രൻ ചേട്ടൻ. അപ്പോൾ നമ്മുടെ രുദ്രൻ ചേട്ടൻ എങ്ങനെയായിരിക്കും ഇനി ബിഗ് ബോസിൽ എന്നുള്ളതായിരിക്കും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അടുത്ത കണ്ടസ്റ്റന്റ് നെവിനാണ്. നെവിൻ ഒരു മോഡൽ കം ഡാൻസറൊക്കെയാണ്. അപ്പോൾ നെവിനും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. ഒരു കലക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കണ്ടസ്റ്റന്റ് ആദിലയും നൂറയാണ്. 2 പേർക്കും ബിഗ് ബോസ് എൻട്രി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവർ 2 പേരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ ഇതേപോലൊരു ലെസ്ബിയൻ കപ്പിൾസ് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ പെർഫോമൻസ്, ഇവരെങ്ങനെ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കും എന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്.
അടുത്ത കണ്ടസ്റ്റന്റ് ശൈത്യയാണ്. ശൈത്യനെ അറിയാത്ത എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. അഡ്വക്കറ്റായിട്ട് ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ ഈ അമൃത ടി വിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അമ്മയും മകളുടെ ഒരു പ്രോഗ്രാം. അതിൽ സ്റ്റേജ് ഷോയിൽ ഇവർക്ക് ഫസ്റ്റ് കിട്ടാത്തതിനെ തുടർന്ന് സമ്മാനം നിരസിച്ച് ഇറങ്ങിപ്പോയതായിരുന്നു ഈ പറയുന്ന ശൈത്യയും ശൈത്യയുടെ അമ്മയും. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസിലേക്കുള്ള എൻട്രി കിട്ടിയിരിക്കുകയാണ്. ഇത് എങ്ങനെയായിരിക്കും ശൈത്യ വിനിയോഗിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്ന രേണുസുതി ഇല്ലാതെ പിന്നെ എന്ത് ബിഗ് ബോസ് ഷോ അല്ലേ? അപ്പോൾ ബിഗ് ബോസിൽ രേണുസുതി ഉണ്ട്, രേണുസുതി ഇല്ല എന്നിങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം രേണു തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ബിഗ് ബോസിൽ ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതെല്ലാം തകർത്തുകൊണ്ട് നമ്മുടെ രേണുസുതി വളരെ ശക്തമായി ബിഗ് ബോസ് സീസണിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് അപ്പാനി ശരത്താണ്. അപ്പം നല്ല രീതിയിലുള്ള ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വട്ടത്തെ സീസൺ 7 എന്താണെങ്കിലും മികച്ച മത്സരാർത്ഥികളെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്.